Then coming to our poem, Breezy April. So the word itself is suggesting the z sound. Z sound. So I have sent you the sound of the breeze. ചെറിയ ഇളങ്കാറ്റിനാണ് ബ്രീസ് എന്ന് പറയുന്നത്. വലിയ കാറ്റിനും മുമ്പ് നിങ്ങൾക്ക് യു നോ വിൻഡിന് നമ്മൾ പറയുന്ന കാറ്റെന്നാണ്. എഗെയിൻ സ്റ്റോം എന്ന് പറഞ്ഞാൽ ദ ടർബുലന്റ് വിൻഡ് വിത്ത് റെയിൻ, അതിനാണ് പറയുന്നത്. ബട്ട് ബ്രീസ് മീൻസ് ഇളങ്കാറ്റാണ്. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒന്നും കൂടെ മധുരമായിട്ട് പറഞ്ഞാൽ മന്ദമാരുതൻ. ഏപ്രിലിലെ മന്ദമാരുതൻ എന്തിനാണ് വരുന്നത്? ഇൻ ഓർഡർ ടു ബ്രിങ് ലൈഫ് ടു ദ നേച്ചർ, ഇൻ ഓർഡർ ടു ബ്രിങ് ലവ് ടു ദ നേച്ചർ, ഇൻ ഓർഡർ ടു മേക്ക് അസ് ലൈവ് ആൻഡ് ഹാപ്പി അറ്റ് ദ ടൈം ഓഫ് സ്പ്രിംഗ്. വസന്തം വരുമ്പോ എല്ലാവർക്കും സന്തോഷമാണ് അല്ലെ? തണുത്ത് മരവിച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്നൊരു ചൂട് വരുമ്പോ, സൂര്യൻ വരുമ്പോ എല്ലാ ജീവികൾക്കും ഉണ്ടാകുന്ന പരമാനന്ദത്തെ പറ്റിയാണ് ടാഗോർ പറയുന്നത്. സോ വി ആർ ഗോയിങ് ഫോർ ബ്രീസി ഏപ്രിൽ ബൈ രബീന്ദ്രനാഥ് ടാഗോർ. And it is an ode and it consists of 16 lines. ആരെയാണ് അഡ്രസ് ചെയ്യുന്നത്? Tagore is addressing April month. And the first stanza, we can go and afterwards I can describe it. Breezy April, vagrant April, rock me in your swing of music, thrill my branches with enchantment at your touch of sweet surprises. That it is ending with a very beautiful word, surprise. And Tagore is bringing an imagery or one or two imagery. But as I am always saying, a poem is not of a poets, a poem is not of a teachers, but a poem is for everyone in this world. You can imagine, you can bring out another imagery, you can relate all those things in you. അപ്പോഴാണ് നമ്മൾ കവിത ആസ്വദിക്കുന്നത്. ബ്രീസി ഏപ്രിൽ, വാഗ്രന്റ് ഏപ്രിൽ. വാഗ്രന്റ് ഏപ്രിൽ മിസ് ഹാഡ് ഗിവൺ യു ദ മീനിങ്. എന്താണ്? ഇൻകൺസിസ്റ്റന്റ്, വേവാർഡ്, അലസമായിട്ട് നടക്കുന്ന, ചടുലതയുള്ള, നല്ല സ്പീഡുള്ള ഏപ്രിലിനെയാണ് പറയുന്നത്. ബ്രീസി ഏപ്രിൽ, യു ആർ കമ്മിങ് വിത്ത് എ ബ്രീസ്. നീ ആ മന്ദമാരുതനെ കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ആൻഡ് യു ആർ വേഗ്രന്റ് ഓൾസോ. നീ വളരെ സൂത്രശാലിയാണ്, നീ വളരെ ചടുലതയായിട്ട് വരികയാണ്. റോക്ക് മീ ഇൻ യുവർ സ്വിങ് ഓഫ് മ്യൂസിക്. സ്വിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് സ്വിങ്? ഊഞ്ഞാൽ അല്ലെ? റോക്ക് മീ, റോക്കിന്റെ മീനിങ് എന്താണ്? റോക്ക് ഇസ് എ നൗൺ ആൻഡ് എ വെർബ് ടു. ഒന്ന് നമുക്കറിയാം സ്റ്റോൺ എന്നുള്ളത്, വേറൊന്ന് എന്താണ്? ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ സൈഡ് വൈസ്. എന്നെ നീ ഊഞ്ഞാലിലാട്ടു. യു ക്യാൻ കം വിത്ത് ദാറ്റ് ബ്രീസ്. ഏപ്രിൽ, പ്ലീസ് കം വിത്ത് യുവർ ബ്രീസ് ആൻഡ് ടേക്ക് മീ ടു യുവർ ഹാൻഡ്സ്. നിന്നെ എന്റെ കൈകളിലിട്ട് ഊഞ്ഞാലാട്ടു. Thrill my branches with enchantment. What do you mean by enchantment? Magical spell അല്ലെ? ഒരു മന്ത്രവാദം കൊണ്ട്. നീ ഒരു മന്ത്രവാദിയാണ്. You are an enchanter. So you can make me in a magical spell. എന്നെ ഈ ലോകത്തുനിന്ന് കൊണ്ടുപോകൂ. എന്നെ എന്തിലേക്ക് കൊണ്ടുപോകൂ? You are an enchanter. You can make me in a spell of magic. എന്നെ നിന്നെ മാന്ത്രിക വലയത്തിലാക്കി എന്നെ നിന്റെ വസന്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. കാരണം എന്താണ്? I have been here for several months. In this cold month of winter, I have been here deadened. ഞാൻ മരിച്ചു കിടക്കുകയായിരുന്നു. എന്റെ ഇമോഷൻസും എന്റെ ഫീലിങ്സിനും ഒക്കെ ഒരു സ്റ്റോപ്പായിരുന്നു. Now it is a fresh day. You can come. Your breeze can make me to the splendor of that spring. At your touch of sweet surprises. നീ വെറുതെ വന്നാ പോരാ. You can come with a surprise. Children, you know, we all are fond of surprises. അല്ലെ? നമുക്ക് എല്ലാവർക്കും സർപ്രൈസസ് ആണ് ഇഷ്ടം. In every relationship, the surprises are meant. Surprises meant something or matters something. അപ്പൊ നീ പലതരം സർപ്രൈസുകൾ എനിക്ക് കൊണ്ടുതരണം. അത് പൂക്കളായിരിക്കാം, അത് ഈ നേച്ചറിന്റെ സവിശേഷതകളിലുള്ള വണ്ടുകളായിരിക്കാം, ചെറിയ പ്രാണികളായിരിക്കാം. സോ ഓൾ ദീസ് തിങ്സ് ദാറ്റ് യു ആർ ബ്രിങ്ങിങ് ടു മീ ആസ് സർപ്രൈസസ്. സോ പ്ലീസ് കം ആൻഡ് മേക്ക് മീ ടു ദ വേൾഡ് ഓഫ് സർപ്രൈസസ്. അപ്പൊ അതാണ് ഫസ്റ്റ് സ്റ്റാൻസ. അപ്പൊ ആ ഫസ്റ്റ് സ്റ്റാൻസയില് ഒരു മദറിന്റെ ഇമേജറി. ആരാണ് നമ്മളെ തൊട്ടിലാട്ടി പാട്ട് പാടുന്നത്?
the mothers are doing that, alle? Mothers are singing that lullaby and making the small children swing in their hands. അവരുടെ കൈകളിൽ ഇങ്ങനെ തൊട്ടിലാട്ടുന്നത് അമ്മയാണ്. അപ്പോൾ അതിലേക്ക് എന്തിനെ കൊണ്ടുവരുന്നുണ്ട്? ഒരു അമ്മയുടെ ഒരു ഇമേജറി കൊണ്ടുവരുന്നുണ്ട്. അതർവൈസ് യു ക്യാൻ കൺസിഡർ ദോസ് ഇമേജ് ആസ് എ ട്രീ, ഒരു മരമായിട്ട് കൊണ്ടുവരാം. മരത്തിലാണല്ലോ നമ്മൾ ഊഞ്ഞാല് കെട്ടുന്നത്. അപ്പം ആ എന്താണ് മരത്തിലെ ആ സ്വിങ്ങില് എന്നെ നീ തൊട്ടിലാട്ടു. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റാൻസ. Yes, so we are coming to the second stanza. In my life dream by the wayside, you come startling me from slumber, willful in your mood fantastic, courting, teasing and inconsistent. Again, another imagery of Rabindranath Tagore is being here. In my life dream by the wayside, ഞാനിങ്ങനെ ഒരു വഴിയരികിൽ കൂടെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഐ ഹാവ് ബീൻ എ ഡ്രീമർ ഫോർ ദീസ് ഡേയ്സ്, ദീസ് ഓൾ ഡേയ്സ്. ഞാനിങ്ങനെ ഒരു യാതൊരു പിടിയും കിട്ടാതെ ഐ ഹാവ് ബീൻ എ വാണ്ടറർ ഫോർ ദിസ് ഓൾ ഡേയ്സ് ഓഫ് വിന്റർ. ബട്ട് യു കം നൗ. നീ ഇവിടെ, നിന്നെ ഞാൻ എൻ്റെ ഒരു ലവറായിട്ടാണ് കാണുന്നത്. യു ഹാവ് ബീൻ എ ലവർ ഫോർ മീ. യു കം ആൻഡ് make me stand to my dreams. You come startling me from slumber. Startling എന്ന് പറഞ്ഞാൽ ഫ്രൈറ്റനിങ് ആണ്. അപ്പൊ ഫ്രൈറ്റൻ ചെയ്യാനല്ല, ശരിക്കും ഫ്രൈറ്റൻ ചെയ്യാനല്ല ഇവിടെ വന്നത്. ബട്ട് Tagore is using that word frightening. After this dead winter, you come here, you spring come here and make me frightened from my slumber. Slumber means sleep. എന്നെ നീ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിരിക്കുകയാണ്. ഞാൻ ഞെട്ടിയാണ് ഉണർന്നത്, അല്ലെ? അപ്പോൾ നമുക്കറിയാം ഓരോ സീസൺ കഴിയുമ്പോൾ അടുത്ത ഒരു സീസൺ വരുന്നത് അബ്രപ്റ്റ് ആയിട്ടാണ്, സ്പീഡായിട്ടാണ്. അപ്പൊ എന്നെ നീ ഉറക്കത്തിൽ നിന്ന് ഉണർത്തിയിരിക്കുകയാണ്. willful in your mood fantastic. You have a very fantastic mood. നിന്റെ മൂഡ് വളരെ ഫാന്റാസ്റ്റിക് ആണ്, വളരെ ഫൈനാണ്. നീ വളരെ പ്ലസന്റ് ആയിട്ടാണ് എന്നെ വന്നിട്ട് വളരെ ഡെലിബ്രേറ്റ്. വിൽഫുളിന്റെ മീനിങ് എന്താണ്? ഡെലിബ്രേറ്റ്. നിനക്കൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തോടു കൂടി നീ എന്നെ തട്ടി ഉണർത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും ആ ഉദ്ദേശം? in order to reciprocate that love from the person, that love from everyone. അപ്പോൾ ഈ കാലങ്ങൾ നമ്മളെ വന്ന് വിളിക്കുന്ന എന്തിനാണ്? വി ഹാവ് ടു റെസ്പോണ്ട് വിത്ത് ദ സെയിം എനർജി ആൻഡ് വൈറ്റാലിറ്റി. ദെൻ കോർട്ടിങ്, ടീസിങ് ആൻഡ് ഇൻകൺസിസ്റ്റന്റ്. എന്നെ നീ ഇടയ്ക്ക് കളിയാക്കുന്നുണ്ട്, എന്നെ നീ വളരെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് വന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പോൾ സ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്, അതിനൊരു ഒരു ഒരു പ്രത്യേക താളമൊന്നുമില്ല. ഇറ്റ് ഹാസ് സം ഇൻകൺസിസ്റ്റൻസി. അതിനൊരു അസ്ഥിരത, ഒരു സ്ഥിരതയില്ല. അപ്പോൾ ആ സ്ഥിരതയില്ലായ്മയും ആ കളിയാക്കലും ആ സ്നേഹവും ഒക്കെ നിനക്കുണ്ട്. സോ ദാറ്റ് സ്പ്രിംഗ് സീസൺ ഹാസ് കം ടു മീ ആസ് എ ലവർ ആൻഡ് യു ഹാവ് ഗോട്ട് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ലവർ ഓഫ് കോർട്ടിങ്, ടീസിങ് ആൻഡ് ഇൻകൺസിസ്റ്റന്റ്. അപ്പൊ സെക്കൻഡ് സ്റ്റാൻസിൽ നമ്മൾ കണ്ടു, ഞാനിപ്പോ ഒരു സീഡാണ്. ടാഗോർ പറയുന്ന ഞാൻ അടങ്ങുന്ന എല്ലാവരും മണ്ണിൽ പൊതഞ്ഞു കിടക്കുകയാണ്, ഒരു ചെറിയ വിത്തായിട്ട്. നീ വന്ന് പെട്ടെന്ന് എന്നെ വിളിച്ചുണർത്തി. അപ്പൊ നീ എൻ്റെ അപ്പൊ ഇവിടെ ഒരു കാമുകിയുടെ ഒരു ഇമേജറിയാണ് Rabindranath Tagore കൊണ്ടുവന്നിരിക്കുന്നത്. So we have come across the second stanza consisting of again the 4 lines and here the personification. ഞാനാകുന്ന ഒരു സീസണിനെ നീയാകുന്ന കാമുകി വന്ന് ഉണർത്തിയ ഒരു ഇമേജിലേക്കാണ് സെക്കൻഡ് സ്റ്റാൻസ പോകുന്നത്. Then again coming to the third stanza. Breezy April, vagrant April, living with my lonesome shadows. Lonesome എന്ന് പറഞ്ഞാൽ ലോൺലി, ഏകാന്തമായ നിഴലുകളിലായിരുന്നു ഞാനിപ്പോ. എനിക്ക് വെളിച്ചത്തിനെ പേടിയായിരുന്നു, അല്ലെ? അല്ലെങ്കിൽ ഞാൻ പുറത്തേക്ക് വരാൻ മടിച്ചു നിന്നിരുന്നു. സോ ഐ ഹാവ് ബീൻ ലോൺലി ഫോർ ദീസ് ഡേയ്സ് ഇൻ മൈ ഓൺ ഷാഡോസ്. ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു, ഞാൻ ഡെഡായിട്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഈ പ്രകൃതി മുഴുവൻ അങ്ങനെയായിരുന്നു. ബട്ട് I know all your fitful fancies. Fitful എന്ന് പറഞ്ഞാൽ occurring in irregular spells. നീ ഇടയ്ക്കിടയ്ക്കാണ് എന്നെ വന്നിട്ട് വിളിക്കുന്നത്. അതായത് സ്പ്രിംഗ് ഇങ്ങോട്ട് വന്ന് വരുന്നതേ ഉള്ളൂ, ഒരു ദിവസം വിന്റർ മാറുമ്പോൾ ഇറഗുലറായിട്ട് അങ്ങ് സ്പ്രിങ് തുടങ്ങുകയല്ല, ഇറഗുലറായിട്ട് നീ വന്ന് എന്നെ വിളിച്ച് 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 ഇരിക്കുകയാണ്. ഐ നോ യുവർ ഫിറ്റ്ഫുൾ ഫാൻസീസ്. അപ്പോൾ നിങ്ങൾക്കറിയാം, when it is compared to a lover, you have that fits, you have that tricks,
you have that പ്ലേഫുൾനെസ് അല്ലെ, ആ ഒരു ലവറിന്റെ ഒക്കെ പ്ലേഫുൾനെസ്സും സർപ്രൈസുകളും എല്ലാം നിനക്കുണ്ട്. അപ്പൊ ദാറ്റ് യു ആർ ഡൂയിങ് ടു മീ യുവർ ഫിറ്റ്ഫുൾ ഫാൻസീസ് ദാറ്റ് ഐ നോ. എനിക്കറിയാം നിന്റെ കള്ളത്തരങ്ങളൊക്കെ എനിക്കറിയാം. ലീഫി ലാംഗ്വേജ്, ഫ്ലിറ്റിംഗ് ഫുഡ് സ്റ്റെപ്സ്, നിന്റെ കാലടികൾ എങ്ങനെയാണ് ലീഫി ലാംഗ്വേജ്. ഇപ്പോ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ മരങ്ങളൊക്കെ ഫുള്ള് ഇലകളായിട്ട് ഇങ്ങനെ വരും. അത് ഫ്ലിറ്റിംഗ് മീൻസ് റാപ്പിഡ്. അപ്പോ നിന്റെ യുവർ ഫുഡ് സ്റ്റെപ്സ് ആർ ബീയിങ് കൺവേർട്ടഡ് ടു ദാറ്റ് റാപ്പിഡ് ഫോം. പിന്നെ നിന്റെ ചലനങ്ങൾക്കൊക്കെ ആ വേഗത. ആദ്യം ഒരു ഇറഗുലാരിറ്റി ഉണ്ടായിരുന്നു, ആൻഡ് ഐ നോ ദാറ്റ് ഇറ്റ് ഈസ് ബീയിങ് എ പാർട്ട് ഓഫ് ദ ട്രിക്ക് ഫ്രം യു. പക്ഷെ പിന്നെ അത് റാപ്പിഡ് ആകും. ദാറ്റ് ഓൾസോ ഐ ലവ്. Then coming to the fourth stanza. Apo we have come across the third stanza. Here Tagore was saying about the magical trick, that enchanting power of that spring. വസന്തത്തിന് നേച്ചറിനെയും മനുഷ്യനെയും എങ്ങനെ സ്വാധീനിക്കാമെന്ന് പറയുന്ന മൂന്നാമത്തെ stanza. Then we have been here with the fourth stanza. All my boughs break into blossom at your passing breath and whisper. All my leaves break into tumult of surrender at your kisses. അപ്പൊ നമുക്ക് നാലാമത്തെ വരി എന്ന് പറയും, സറണ്ടർ അറ്റ് യുവർ കിസ്സസ്. അപ്പം ഞാൻ പറഞ്ഞു, രവീന്ദ്രനാഥ് ടാഗോർ വളരെ അടുത്തൊരാള്, വളരെ ബിലവഡ് ആയിട്ടുള്ള ഒരു തന്റെ കൂടെ ഉള്ള ഒരാളിനെ ആയിട്ടാണ് സ്പ്രിങ്ങിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഒരു മിക്സ്ഡ് ഇമേജ് ആണ് വരുന്നത്. സോ ത്രൂ ദ കിസ്, അപ്പൊ നമുക്കറിയാം ദ ആക്ട് ഓഫ് കിസ് ഈസ് എക്സ്പ്രസിങ് ദ ഇന്റൻസിറ്റി ഓഫ് ലവ് ടുവേഴ്സ് സമ്മൺ. അപ്പൊ നീ എന്നെ സറണ്ടർ ചെയ്തിരിക്കുന്നു, ഞാൻ നിന്റെ മുന്നിൽ ഇല്ലാതായിരിക്കുന്നു. എങ്ങനെ? യു ഹാവ് മെയ്ഡ് മൈ ബോസ് ബ്രേക്ക് ഇൻ ടു ബ്ലോസം. എന്റെ ബ്രാഞ്ചുകളെയൊക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ പറഞ്ഞു ഒരു ട്രീയുടെ ഇമേജും കൊണ്ടുവരുന്നുണ്ട്. എന്റെ ബ്രാഞ്ചുകളൊക്കെ നീ ബ്ലോസംഡ് ആക്കി, എന്റെ ഓരോ ബ്രാഞ്ചിലും നീ ചെറിയ മുകുളങ്ങളെ കൊണ്ട് തന്നു. അറ്റ് യുവർ പാസിംഗ് ബ്രെത്ത് ആൻഡ് വിസ്പർ, സംടൈംസ് യു ആർ വിസ്പറിംഗ് ടു മീ. ഈ ഒരു നിന്റെ ആ ഒരു മന്ദമാരുതൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഇളം കാറ്റ് നിന്റെ എന്റെ ചെവിയിൽ ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് വിസ്പർ ചെയ്യാണ്. ആൻഡ് അല്ലെങ്കിൽ ചിലപ്പോൾ അതിന്റെ ഒരു താളം കൂടി നിന്റെ ശ്വാസം പോലും എനിക്ക് മനസ്സിലാകുന്നു. ഓൾ മൈ ലീവ്സ് ബ്രേക്ക് ഇൻ ടു എ tumult. Tumult means a loud confused noise. ഇപ്പൊ എന്റെ ഇലകൾ എന്ന് പറയുമ്പോൾ ടാഗോർ സ്വയം ഒരു മരമായിട്ട് സങ്കല്പിക്കുകയാണ്. എന്റെ ഇലകൾ എന്ന് അവിടെ പറയുന്ന അത് എന്താണ്? ടാഗോറിന്റെ എല്ലാ സെൽസും എല്ലാ ഇമോഷൻസും ഫീലിങ്സും ഒക്കെ ഇപ്പൊ എന്താണ് തലരിടാൻ പോവാണ്. ദാറ്റ് he and all other people in the world is waiting for the breeze to come, ആ സ്പ്രിംഗ് ടു കം. സ്പ്രിംഗിൽ വരുന്ന കാര്യങ്ങളെല്ലാം എല്ലാവരും ആസ്പയർ ചെയ്യാണ്. ആ വസന്തകാലം ഒന്ന് വന്നിട്ട് വേണം എനിക്ക് ഞാനായി മാറാൻ. ഓഫ് സറണ്ടർ അറ്റ് യുവർ കിസ്സസ്. അപ്പൊ ആ ബ്യൂട്ടിഫുൾ ലൈനിൽ അവസാനിപ്പിക്കുകയാണ് ടാഗോർ. ബ്രീസി ഏപ്രിൽ, യു ഹാവ് കം ടു മീ, യു ഹാവ് മെയ്ഡ് ഓൾ ദീസ് magical spells upon me, and at last I, along with all this living beings in this nature or non-living things in this nature, is going to surrender at your kisses. നീ വന്ന് നിന്റെ കിസ് കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിന്റെ മുന്നിലേക്ക് സറണ്ടർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഈ ഓട് അവസാനിപ്പിക്കുകയാണ് Tagore. Well, this was very beautiful, and lot of imageries are there in each stanzas, and above all it has a wonderful texture that I should say. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ തരത്തിലുള്ള ഫീലിങ്സ് ആണ് നമുക്ക് തോന്നുന്നത്. സോ ചിൽഡ്രൻ, യു ക്യാൻ റീഡ് more and more times, you can go through the meanings more and more times, and afterwards we can discuss it through Google Meet, and I'm sure that you will be definitely enjoying, and we will meet in the next week to go through the doubts and clarifications. Bye, and have a nice day. Thank you.